ഹായ് ഓൾ, ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തെ തൂത്തുണ്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണുള്ളത്. ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ മിടുക്കനായ ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്, പ്രേം സായി. ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ബെർലിനിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് ഈ വർഷം കേരളത്തിന് അഭിമാനമായി ഉയർന്ന സ്കോറുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനത്തിൽ കോട്ടയം എന്ന് പറയുന്ന ജില്ലയിലാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ റിസൾട്ടുകൾ സൃഷ്ടിച്ചത്. അതിനു പിന്നിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. 41 വർഷമായി തുടരുന്ന ഒരു വിജയഗാഥ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഇതിനോടകം സാക്ഷിയായതാണ്. എടുത്തു പറയേണ്ട കാര്യം, ബ്രില്യൻ ഇത്രയധികം ശ്രദ്ധയാർജിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമ്മുടെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ്. ഇന്ന് എന്നോടൊപ്പം അത്തരത്തിലൊരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് പ്രേം സായി. ഒരുപാട് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, തൻ്റെ ലക്ഷ്യം നേടിയെടുത്ത ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് പ്രേം സായി ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഭയങ്കര ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര അഭിമാനം തോന്നി ഈ ഒരു നിമിഷത്തിൽ. കാരണം കഴിഞ്ഞ വർഷത്തെ സ്കോർ വെച്ച് നമുക്ക് കഴിഞ്ഞ വർഷം എനിക്ക് 417 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അത് 691 എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അത്രയും മാർക്ക് എനിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയതിൽ ബ്രില്യൻറ്റിലെ വളരെ വലിയ പങ്കുണ്ട്. ഇവിടുത്തെ ക്ലാസ്സസ് ആണെങ്കിലും എക്സാം ഷെഡ്യൂൾസ് ആണെങ്കിലും ഓരോ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവരുടെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ആണെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ലേണിംഗ് ആപ്പ് ആണെങ്കിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു പേഴ്സണാലിറ്റി അല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്ത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ ഫാക്കൽറ്റിയും എൻ്റെ ക്ലാസ് ടീച്ചർ ആശിൽ സാർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ഞങ്ങളുടെ ഹോസ്റ്റൽ സൗകര്യം ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഭക്ഷണ സൗകര്യങ്ങളാണെങ്കിലും എല്ലാം നന്നായിരുന്നു. ഞങ്ങളുടെ വാർഡൻ പ്രദീപ് സാറിനോട് കുറേ നന്ദി അറിയിക്കുന്നു. കാരണം സാറ് ആവശ്യത്തിന് അത്രയും സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും, എല്ലാം നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും, ഹോസ്റ്റൽ മൊത്തത്തിൽ നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബ്രില്യൻറ്റിലെ പഠിത്തത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലാസ് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ അവിടുത്തെ റെഫറൻസ് സൗകര്യമൊക്കെ ഞാൻ കൂടുതലും റെഫറൻസാണ് പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അത് അത്ര നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ എക്സാംസിനാണെങ്കിലും ആദ്യം ഒക്കെ ഒരു നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് വളരെ സ്റ്റാറ്റിക് ആയിരുന്നു. എനിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി, ഇപ്പം നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അവിടെ ഒരിക്കലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചർ ആണെങ്കിലും ആരും ഒരിക്കലും ഹോപ്പ് കൈവിടരുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ച്. അങ്ങനെ ഇരിക്കെ പിന്നെ മോഡൽ എക്സാംസിലോട്ട് കയറിയപ്പോഴാണ് ശരിക്കും എൻ്റെ പ്രോഗ്രസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. ഒരു നോർമൽ എന്ന രീതിയിൽ നിന്ന് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അത് ബ്രില്യൻറ്റിൽ മോഡൽ എക്സാംസിൻ്റെ പ്രത്യേകത തന്നെയാണ്. അത്രയും വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ടൈപ്പ് കാര്യങ്ങൾ, ഓരോ ചെറിയ ഡീറ്റെയിലിങ്, ഓരോ ചെറിയ വേർഡ്സിൽ നിന്ന് അവർ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ടഫാന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പാടില്ല. കാരണം അത്രയും നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് തറവാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മോഡൽ എക്സാംസിനോട് അടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സ്റ്റഡി പ്ലാനിങ് വളരെ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതുപോലെ പ്ലാൻ ചെയ്താലേ നമുക്ക് കറക്റ്റ് സിലബസിനനുസരിച്ച് പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അതിനൊപ്പം തന്നെ ബ്രില്യൻറ്റിലെ എക്സാം ഷെഡ്യൂളും നമുക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിന് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതല്ല. നമുക്കൊരു മെയിൻ മറ്റേ ഫുൾ മോഡലിന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 3 റൗണ്ട് റിവിഷൻ തീർക്കാനുള്ള രീതിക്കാണ് എക്സാം നടത്തുന്നത്. നമ്മൾ അതിനൊപ്പം പറ്റുന്നത്രയും നന്നായിട്ട് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇവിടുത്തെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പാക്കേജ് എല്ലാം നമുക്ക് കഴിയുന്നവണ്ണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം പോകാൻ. നമുക്കിപ്പോൾ വീക്ക്ലി എക്സാംസിനാണെങ്കിലും മാക്സിമം നമ്മുടെ പാക്കേജിലെ ക്വസ്റ്റ്യൻ, സ്റ്റഡി പാക്കേജിലെ ക്വസ്റ്റ്യൻ, പിന്നെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകാൻ നോക്കുക. പിന്നെ മോഡൽ എക്സാംസ് ആകുമ്പോൾ ഇതിലെ ടഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക, എല്ലാം നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുക. അവസാനമൊക്കെ ആയപ്പോൾ എന്നെ ആ ബ്രെയിൻ പോയിന്റർ ശരിക്കും നല്ല രീതിയിൽ അവിടുത്തെ ബ്രില്യൻറ്റിലെ ബ്രെയിൻ പോയിന്റർ നന്നായിട്ട് സഹായിച്ചിരുന്നു. ഞാൻ അതിൽ എൻ്റെ അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ എക്സാമിന് മുമ്പ് അത് മാത്രം നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ വാസ്റ്റ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ശരിക്കും നല്ല രീതിയിൽ സഹായിച്ചു. കെമിസ്ട്രി ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ശരിക്കും അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും നന്ദിയുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നതിൽ. അങ്ങനെ പിന്നെ എനിക്ക് ഈ
എക്സാമിന് മുമ്പായിട്ട് ഈസ്റ്ററിൻ്റെ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് സർജറി വേണ്ടി വന്നിരുന്നു. അപ്പോൾ എൻ്റെ പഠിത്തം മുടങ്ങി എക്സാംസിൻ്റെ ഇടയ്ക്കായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കി ഒരു മാസം ഏപ്രിൽ മാസം ഫുള്ള് വീട്ടിൽ തന്നെ ആയിരുന്നു പഠിച്ചത്. അങ്ങനെ വന്നും പോയായിരുന്നു. അപ്പോഴൊക്കെ ശരിക്കും ആ ഒരു സമയത്തായിരുന്നു ഡൗൺ ആയി പോയിരുന്നു. കോൺഫിഡൻസ് കുറഞ്ഞു പോയി. കാരണം ആ ഒരു ബ്രേക്ക് വന്നതോടെ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാർക്ക് വീണ്ടും പഴയ പോലെ കുറഞ്ഞു പോകുന്നു. മോഡൽ എക്സാമിന്റെ സമയത്തൊക്കെ. അപ്പൊ കിട്ടിയിരുന്ന ഒരു സ്കോർ എത്രയായിരുന്നു? ഒരു 600, 590 ആ ഒരു റേഞ്ചിലായിരുന്നു. 590 റേഞ്ചിലേക്ക് പോയി. കാരണം നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കാരണം. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 3 വീക്സ് മെഡിസിൻസ് എടുത്ത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണവും അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം എത്ര സ്കോർ ആയിരുന്നു കിട്ടിയിരുന്നത്? 417 എന്ന് പറയുന്ന സ്കോറിൽ നിന്നും 691 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക്. അത് വലിയൊരു ജേർണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം മോന്റെ മനസ്സിലൂടെ കടന്നു പോയിരുന്ന ഒരുപാട് തോട്ട്സ് ഉണ്ട് അല്ല, എനിക്കിത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോട്ട് എല്ലാവരുടെയും മനസ്സിൽ. ഇപ്പം മോനെ പോലെ ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ മനസ്സിലൂടെ ഈ ഒരു തോട്ട് കടന്നു പോകുന്നുണ്ട്. അതേ തോട്ടിലൂടെ പോയി നന്നായിട്ട് കഷ്ടപ്പെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പൊ പറഞ്ഞു പല രോഗ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ പോലും എനിക്ക് അതിനെ ഓവർകം ചെയ്ത് എനിക്ക് ലക്ഷ്യം നേടിയെടുക്കണമെന്ന ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കഷ്ടപ്പെട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് പ്രം. അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് പഠിച്ച ഒരു രീതിയെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു സമയത്തെ ക്രമീകരിച്ചിരുന്നത്? അപ്പോൾ നമ്മൾ വീക്ക്ലി എക്സാംസിന് പഠിച്ചു തുടങ്ങുമ്പോഴാണെങ്കിലും ഒരു മൺഡേ ടു ഫ്രൈഡേ എന്ന സമയത്ത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നമുക്കൊന്ന് റെഫറൻസിലിരുന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അതിനുള്ള സൗകര്യമുണ്ട്, അവിടെയും പോയി പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡെയിലി പഠിപ്പിച്ച പോർഷൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. കാരണം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കിത് ആവശ്യമുള്ളതാണ്. നമ്മൾ ബ്ലാങ്ക് ആയിട്ട് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തത്തിൽ നമ്മുടെ പ്രോഗ്രസ്സിനെ തന്നെ അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഡെയിലി പോർഷൻസ് കഴിവതും പറ്റുന്നവരൊന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞ് കിട്ടുന്ന നമ്മൾ സമയം കൊണ്ട് അടുത്ത വീക്കിൽ എക്സാം പോർഷൻസ് ഏതാണോ അത് പയ്യെ കവർ ചെയ്യുക. ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന സമയത്ത് നമ്മൾ എങ്ങനെയും ടൈം അത് കണ്ടുപിടിച്ച് നമുക്കുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രം മതി. ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി സമയമൊക്കെ. പിന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റഡി ലീവ് ഉള്ള സമയത്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഇത്രയും തൊട്ട് ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യണം. കാരണം നെക്സ്റ്റ് എക്സാമിന് മൺഡേ ഉള്ള വീക്കിലി എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുകൊണ്ട് നമ്മുടെ സ്റ്റഡി പാക്കേജ് ആണെങ്കിലും പാക്കേജിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോകാൻ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റൂംമേറ്റ്സിനോട് ചോദിക്കുകയോ ഹോസ്റ്റൽ മേറ്റ്സിനോട് ചോദിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ റെഫറൻസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റി എപ്പോഴും ഫുൾ ടൈം അവൈലബിൾ ആണ്. അപ്പോൾ അവർ നമ്മൾ എത്ര തവണ ചോദിക്കാൻ ചെന്നാലും എങ്ങനത്തെ ഡൗട്ട്, ഏത് സിമ്പിൾ ഡൗട്ട് തൊട്ട് എത്ര ടഫ് ഡൗട്ട് ചോദിച്ചാലും അവർ അത് ബേസിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര ബേസ് ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഓരോ ചെറിയ ഡൗട്ടുകളും അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഫാക്കൽറ്റിയാണ് ശരിക്കും എന്നെ സഹായിച്ചിരുന്നത്. കുറേ അധികം ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അവരുടെ സഹായത്തിലൂടെ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോഡൽ എക്സാംസിലേക്ക് ചെല്ലുമ്പോൾ, മോഡൽ എക്സാംസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ +1 +2 ടോപ്പിക്ക് മുഴുവനും ഒരു 83-84 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യണം, മൊത്തത്തിൽ റിവൈസ് ചെയ്യണം. അപ്പോൾ ഒരു ഹോൾ കണ്ടന്റ് റിവൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഒരു ഇക്വേഷൻസ്, ഫോർമുലാസ് അല്ലെ നമുക്ക് ഡൗട്ടുള്ള പോർഷൻസ് ആ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ഒന്ന് നോക്കി വിടുക. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിരുന്നത് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ബയോളജി നോക്കുക. ബയോളജി ടെക്സ്റ്റ് മാക്സിമം ഒരു ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്നത് അത് കവർ ചെയ്യുക. അത് ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം വരെ കെമിസ്ട്രിയിലെ ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ നോക്കുക. ഒരു പകുതി സമയം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, പകുതി സമയം തിയറി നോക്കുക, നമുക്ക് ഡൗട്ടുള്ള റിവൈസ് ചെയ്യാം. കാരണം ഓർഗാനിക് ഇനോർഗാനിക് ഒക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്താലേ നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബയോളജി നമ്മൾ എത്ര ടെക്സ്റ്റ് വായിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. കാരണം അതുപോലത്തെ നല്ല ട്വിസ്റ്റിംഗ് ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ അതുപോലെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കാൻ നമുക്ക് ഒരുപാട് പേരുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും നമ്മളെ കുറേ രീതിയിൽ നമ്മളെ സഹായിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമുള്ള സമയങ്ങളിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫിസിക്സ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം ആ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് തിയറി ക്ലിയർ ആക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഫിസിക്സിനുണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മോഡൽ എക്സാമിൻ്റെ സമയത്ത് തന്നെ അവർ തലേ ദിവസം രാത്രി ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യും. അത് കഴിവതും അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഈ പിറ്റേ ദിവസം വരുന്ന മോഡൽ എക്സാമിനേക്കാൾ ഇച്ചിരി ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക ഓൺലൈൻ എക്സാമിന്. അതുപോലെ തന്നെ നേരെ തിരിച്ചും വരാം. അപ്പോൾ നമ്മൾ രണ്ടും അറ്റൻഡ് ചെയ്യുന്ന വഴിക്കാണ് നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. നമുക്ക് അറിയാവുന്നത് കാണാം, അറിയാൻ മേലാത്തത് കാണാം. നമുക്ക് ഡൗട്ടുള്ള എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം പോയി ടീച്ചേഴ്സിനോട് ചോദിക്കുക.
എല്ലാം അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക. ഓരോ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് വീക്ക്ലി എക്സാം ആയിക്കോട്ടെ, A+ എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആൻസർ കീ വെച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് റെഫർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേ പിന്നീട് പോകാവുള്ളൂ. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നീട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാകും. നമുക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ മതി. കാരണം ഈ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടഫായിട്ടല്ലേ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ വരുന്ന ഒരു കാര്യം. ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെല്ലാം ഏറെ അഭിമാനത്തോടു കൂടി ഈ വർഷം പറയുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ 3ാം സ്ഥാനത്തേക്ക് ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടു. അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ പങ്കെന്ന് പറയുന്നത് ഇത്രമാത്രം വലുതാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ കോട്ടയമാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന, അല്ലെങ്കിൽ 700-ന് മുകളിൽ സ്കോർ കരസ്ഥമാക്കിയതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ജില്ലയായിട്ട് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 41 വർഷമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററാണ്. കോട്ടയം എന്ന് പറയുന്ന ജില്ലയെ ഇത്ര മുൻപിലേക്ക് എത്തിച്ചത് പ്രേമിനെ പോലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളാണ് എന്ന് ഞാൻ ആദ്യം പരാമർശിച്ചിരുന്നു. പ്രേമിന് എന്താണ് അതിനെക്കുറിച്ച് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ബ്രില്യൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ, നമ്മളെ ഒന്നുമില്ലാത്തൊരു ബേസ് ലെവലിൽ നിന്ന് ഇന്ത്യയിലെ തന്നെ ടോപ്പ് സ്റ്റുഡൻസിൽ എത്തിക്കുക, അല്ലെങ്കിൽ ടോപ്പ് റിസൾട്ട്സിൽ നമ്മുടെ പേര് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഈ ഫാക്കൽറ്റീസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് കേരളം എന്ന സംസ്ഥാനം എത്തുകയും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് വന്നത് കോട്ടയം എന്ന ജില്ലയിലാണെന്ന് നമുക്ക് പറയുമ്പോൾ, അത് ബ്രില്യൻറ്റിൽ പഠിച്ച എന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ഒരു റിസൾട്ടിൽ പങ്ക് കൊള്ളാൻ പറ്റിയെന്നുള്ളൊരു വ്യക്തിക്ക് അത്രയും അഭിമാനമുള്ള ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണത്. അതിന് ഓൾ താങ്ക്സ് ടു ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റി, അവിടുത്തെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ്, ബാക്കി സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാം. അത് ഓരോ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ ഹാർഡ് വർക്കാണ് നമുക്ക് ഈ എൻഡ് റിസൾട്ടിൽ നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്രില്യൻറ്റിനാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്രയ്ക്ക് അഭിമാനമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ തന്നെ മുൻപന്തിയിൽ 3ാം സ്ഥാനത്ത് എത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ പഠിക്കാൻ പറ്റിയതിനെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഓരോ വ്യക്തിയുടെ ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, ടീച്ചേഴ്സ്, ബാക്കി ഫാക്കൽറ്റീസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർ, മൊത്തത്തിൽ ആ ഫാക്കൽറ്റി നമ്മളെ അത്ര നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ കോട്ടയത്ത് തന്നെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ബ്രില്യൻറ്റിൽ തന്നെ പഠിച്ചവരാണ്, ബ്രില്യൻറ്റീൻസ് തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. അപ്പോൾ അവരുടെയും റിസൾട്ട്, അവർക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാവരുടെയും ഒരു ഓവറോൾ ഒരു ഗ്രൂപ്പ് എഫേർട്ടായിരുന്നു നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, മോനിപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും മോൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേർക്ക്, ഇപ്പം അത് കോട്ടയത്തെ എക്സാം നിങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പഠിച്ചവരൊക്കെ എക്സാം എഴുതുന്നു, ബ്രില്യൻറ്റിയൻസ് എഴുതുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോട്ടയം ഏറ്റവും മികച്ച ജില്ലയായിട്ട് മുൻപന്തിയിൽ വരുന്നൊരു കാഴ്ച കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒന്നടങ്കം കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും, നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഒരുപാട് പേരല്ലേ, ഒരുപാട് മോനെ ഹെൽപ്പ് ചെയ്തവരുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരെ കുറിച്ചൊക്കെ എന്താ പറയുന്നത്? അവർക്കൊക്കെ നല്ല സ്കോർ കരസ്ഥമാക്കാൻ പറ്റുമോ? ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എൻ്റെ കൂടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പഠനത്തിൽ എനിക്ക് ശരിക്കും എന്നെ സഹായിച്ച് എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ്, എൻ്റെ റൂം മേറ്റ്സ്, എങ്ങനെ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം അതൊക്കെ ഞാൻ അവരോട് ഒപ്പീനിയൻ ചോദിച്ചു. ഓരോ സ്റ്റെപ്പിലും ഞാൻ അവരോട് ഒപ്പീനിയൻ ചോദിച്ചു. കാരണം എല്ലാവരുടെയും ഒപ്പീനിയൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ സജഷൻസ് ആണ് എനിക്ക് നല്ല രീതിയിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ റൂംമേറ്റ്സ് എനിക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് വേറെ ഒരു രീതിയിലും എടുക്കാതെ അത്രയും നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ പോലും ഒരു രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെ അതുപോലത്തെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഓരോ എക്സാം കഴിയുമ്പോഴും ഞങ്ങളെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. കൂടുതലും ഈ ഡൗൺ ആയിട്ടിരിക്കുന്ന പിള്ളേരെ സാറ് നോട്ടീസ് ചെയ്ത് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ രീതിയിൽ സാറ് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മോനെ, ഡോക്ടർ ആവണം, എനിക്ക് സമൂഹത്തിൽ നല്ലൊരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം എന്ന് മുതലാണ് മോൻ സ്വപ്നം കണ്ടുകൊടുക്കുന്നത്? പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം. പക്ഷെ അതൊന്നും മനസ്സിൽ ഉറച്ചത് ആക്ച്വലി ഒരു 11th 12th ആ ഒരു സമയത്തായിരുന്നു. ഒരു ഡോക്ടർ ആവണം, ഒരു സാമൂഹ്യ സേവനം ചെയ്യണം, ആൾക്കാർക്ക് സർവീസ് ചെയ്യണം, ഒരു നല്ലൊരു മനുഷ്യനായിട്ട് വരണം, ആ ഒരു ആഗ്രഹം ഉണ്ടായി വന്നത് ഈ 12th കഴിഞ്ഞായിരുന്നു. പിന്നെ നീറ്റ് എന്ന എൻട്രൻസ് എക്സാമിന് നമ്മൾ ഒരു തവണ അഭിമുഖീകരിച്ചപ്പോഴാണ് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ഇതിന്റെ കോമ്പറ്റീഷൻ എന്തുമാത്രം ഉണ്ട്, നമ്മൾ ബാക്കി പിള്ളേർ എന്തുമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, ആ ഹാർഡ് വർക്കിന്റെ എഫേർട്ടാണ് അവർക്ക്, അല്ലെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വർഷ കാലയളവ് കൊണ്ട് അത്രയ്ക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കരസ്ഥമാക്കുന്ന റിസൾട്ടിന് അത്ര അഭിമാനമുണ്ട്. നമുക്ക്
അതുകൊണ്ട് തന്നെ ആരോട് വേണേലും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാനൊരു ഡോക്ടറാണല്ലോ, ഒരു MBBS ഞാൻ കയറാൻ പോവാണ്, എനിക്ക് ഗവൺമെൻറ് സീറ്റിൽ തന്നെ എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി, എനിക്ക് ഇത്ര നല്ലൊരു റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് നന്ദി പറയാനായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, അമ്മ, ബാക്കി ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ കൂടെ കട്ടയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടൻ, അതുപോലെ തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ പ്രചോദനമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ചേച്ചി ഇപ്പോൾ തിരുവനന്തപുരത്ത് BDS പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ സെക്കൻഡ് ഇയർ കയറുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ഒരു മോശം ആരോഗ്യനിലയിൽ നിന്ന് എന്നെ തിരിച്ച് കരകയറ്റി എടുത്തതെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. നമുക്ക് ആ ഒരു മെൻ്റൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യുക, നമ്മുടെ പഴയ പോലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക, ഇതിനെല്ലാത്തിനും സഹായിച്ച് എൻ്റെ പേരൻസിനും ഫാമിലിക്കും എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാത്തിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്ന ബ്രില്യൻറ്റിനും അതിനോടൊപ്പം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. റിസൾട്ട് നേടാൻ റിസൾട്ടുള്ള സ്ഥാപനത്തിൽ തന്നെ പഠിക്കണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കേരളമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാമിന് സമീപിക്കുമ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്കാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത്. നല്ല റിസൾട്ടുകൾ നേടിയവർ ബ്രില്യനിൽ നിന്ന് മടങ്ങാറുമുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ബ്രില്യൻ്റ് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? എൻ്റെ ചേട്ടൻ ശ്രീഹരി എന്നാണ് പേര്. ചേട്ടൻ പഠിച്ചിരുന്ന 12th + 1 ഒക്കെ കോച്ചിങ് ചേർന്ന് JEE ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു. അപ്പോൾ JEE ബാച്ചിൽ ചേട്ടൻ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞ ഉടനെ തന്നെ JEEയിൽ തന്നെ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റി. ഒരു 97% അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. ആ സ്കോർ വെച്ച് തന്നെ മെറിറ്റിന് സീറ്റ് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ BTech കഴിഞ്ഞു, MTechനായിട്ട് പ്ലാൻ ചെയ്തു, ഗേറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ പ്രേം പറഞ്ഞു നേരത്തെ മോഡൽ എക്സാമിന്റെ സമയത്ത് മാർക്കിന്റെ കാര്യത്തിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഒരു ശാരീരിക അസ്വസ്ഥതയിലൂടെയാണ് കടന്നു പോയത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് മോൻ എങ്ങനെ, അതായത് നമുക്കിതിനകത്ത് വലിയൊരു ഫാക്ടാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതെങ്ങനെ മോൻ ഹാൻഡിൽ ചെയ്തു? അപ്പോൾ എനിക്ക് ഈ അസ്വസ്ഥത വന്ന ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓഫ്ലൈൻ എക്സാം ഒക്കെ എഴുതി പോയിക്കൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ മാർക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ നമ്മുടെ എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്, ആ ഒരു ടെൻഷൻ, അതെല്ലാം എനിക്കുണ്ടായിരുന്നു. അതിലൂടെ എല്ലാവരെ പോലെ തന്നെ കടന്നു വരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. പക്ഷേ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ സഹായിച്ചത് എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ്. അവർ സ്ഥിരം വിളിച്ച് എപ്പോഴും വിവരം അന്വേഷിക്കുമായിരുന്നു. മനാസ് ഹോസ്റ്റലിൽ ചേർത്തുള്ള പ്രതീഷ് സാറായിരുന്നു വാർഡൻ. എൻ്റെ റൂംമേറ്റ്സ് കഴിവതും അവരും പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴും അവർ കോളിംഗ് ടൈമിൽ അവരുടെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞ് എന്നെയും വിളിക്കാനുള്ള സമയം കണ്ടെത്തി അവർ വിളിക്കുമായിരുന്നു എൻ്റെ വിവരം അന്വേഷിക്കാനും. പിന്നെ ഒരിക്കലും തളർന്നു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും നമ്മൾ തിരിച്ചു കയറി വരാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കണം. നമുക്ക് ഈ ഒരൊറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ച് എനിക്ക് നീറ്റ് കിട്ടിയേ തീരും, എനിക്കൊരു MBBS ഒരു ഗവൺമെൻറ് സീറ്റിൽ പഠിച്ചേ തീരും എന്നൊരു മെൻറ്റാലിറ്റിയോടെ, അത്രയും ഡിറ്റർമിനേഷനോടെ നമ്മൾ പോയിട്ടേ കാര്യമുള്ളൂ. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തെറ്റിയെന്ന്, ഒരു 20 or 25 ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച് ഉൾക്കൊണ്ട് എവിടെയാണോ തെറ്റി, ഏത് പോർഷനാണോ, ഏത് കോൺസെപ്റ്റ് ആണോ, അത് വീണ്ടും റീവർക്ക് ചെയ്ത് പഠിച്ച് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ മാർക്സ് കൊണ്ടുപോകാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും പ്രേം എന്ന് പറയുന്ന വിദ്യാർത്ഥി ബ്രില്യനിലേക്ക് എത്തുമ്പോൾ തന്നെ ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് ആ ചുവടുവെപ്പ് നടത്തിയത്. ഞാനൊരു MBBS സീറ്റും കൊണ്ട് തിരികെ മടങ്ങും. അത് ഈ മകൻ നേടിയെടുത്തു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് വിജയത്തിലേക്ക് വന്ന വിദ്യാർത്ഥിയാണ് പ്രേം. അപ്പോൾ തീർച്ചയായിട്ടും പ്രേമിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ചെന്നെത്തുന്ന സ്ഥലവും. അതും നമ്മൾ നേരത്തെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തെയും മുൻവിധിയോടുകൂടി നോക്കി കാണുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണ് ലക്ഷ്യം വെക്കുന്നത് പഠിക്കാൻ മുന്നോട്ട്? എനിക്കിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്കോർ വെച്ച് അത് കിട്ടാനുള്ള ചാൻസ് തന്നെയുണ്ട്. അപ്പോൾ 691 എന്ന് പറയുന്ന സ്കോറാണ് മോൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മോൻ ആഗ്രഹിക്കുന്ന ക്യാമ്പസിൽ തന്നെ മോന് പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും പ്രേം പറഞ്ഞൊരു കാര്യമുണ്ട്, 2025 നീറ്റിനൊക്കെ ആയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും പ്രേമിൻ്റെ വാക്കുകൾ കേട്ടിരിക്കണം. ഇങ്ങനെ സമയത്തെ ക്രമീകരിക്കണം, എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ലക്ഷ്യം ഉറച്ചതായിരിക്കണം, നന്നായിട്ടിരുന്ന് പഠിക്കണം. സ്മാർട്ട് വർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ പ്രേമിന് നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.